ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാനായി നടത്തിയ യാത്ര 7 മരണങ്ങളിൽ കലാശിച്ചതാണ് റാഞ്ചി ഛത്രയിലെ എയർ ആംബുലൻസ് ദുരന്തം. പൊള്ളലേറ്റ 41-കാരനായ സഞ്ജയ് കുമാർ എന്ന രോഗിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു അപകടം. ചാർട്ടർ വിമാനം വാടകയ്ക്കെടുക്കാൻ മാത്രം സഞ്ജയ് കുമാറിന്റെ കുടുംബം 7.5 ലക്ഷം രൂപയാണ് കടമെടുത്തത്. ഡൽഹിയിലെ ചികിത്സയ്ക്കായി വേറെയും ലക്ഷങ്ങൾ കടം വാങ്ങിയിരുന്നു. ജാർഖണ്ഡിലെ ലതേഹർ ജില്ലയിലെ ചന്തുയിൽ സഞ്ജയ് കുമാർ ഒരു ഹോട്ടൽ നടത്തിയിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഹോട്ടലിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തമുണ്ടായി. തീപിടുത്തത്തിൽ അകപ്പെട്ട സഞ്ജയിന് 65% പൊള്ളലേറ്റു. റാഞ്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സഞ്ജയിന്റെ നില മെച്ചപ്പെടാത്തതിനെ തുടർന്ന് ഡോക്ടർമാർ അദ്ദേഹത്തെ ഡൽഹിയിലെ ശ്രീഗംഗാറാം ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. അവിടേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം. റെഡ് ബേർഡ് എയർവേസ് പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തുന്ന ബീച്ച് ക്രാഫ്റ്റ് C-90 എയർ ആംബുലൻസ് റാഞ്ചിയിൽ നിന്ന് വൈകുന്നേരം 7:11 പറന്നുയർന്നു. ഏകദേശം 20 മിനിറ്റിനു ശേഷം എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഛത്ര ജില്ലയിലെ വനപ്രദേശത്ത് തകർന്നു വീഴുകയായിരുന്നു. അപകടത്തിൽ രോഗി സഞ്ജയ് കുമാർ ഷാ, ഭാര്യ അർച്ചന ദേവി, ബന്ധു ധ്രുവ് കുമാർ, ഡോക്ടർ വികാസ് കുമാർ ഗുപ്ത, നഴ്സ് സച്ചിൻ കുമാർ മിശ്ര, പൈലറ്റുമാരായ ക്യാപ്റ്റൻ വിവേക് വികാസ് ഭഗത്, ക്യാപ്റ്റൻ സവ്രാജ് ദീപ് സിംഗ് എന്നിവരാണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം.